മര്യാദയ്ക്ക് ഡ്രൈവിങ്ങും പഠിച്ച് ലൈസൻസ് എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കേണ്ട ഗതികേടൊന്നും ഉണ്ടാവില്ലായിരുന്നു കേട്ടോ. പിന്നെ എവിടേക്കാണ് ഈ അമ്മയും മോളും നടന്നു പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ടാവും. എങ്ങോട്ടാണെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ? പിന്നെ ഇതേ അരമണ്ഡലത്തിൽ ഇരിക്കാണ്ട് എങ്ങനെ ഡാൻസ് പഠിക്കാം എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് എൻ്റെ മോളാ കാണിച്ചു കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ അവളോട് ഇടയ്ക്ക് ടീച്ചർ അരമണ്ഡലം എന്നിങ്ങനെ പറയണ കാരണം ഞാനങ്ങനെ പറയിപ്പിക്കുമ്പോൾ നാണക്കേടല്ലേ എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് അരമണ്ഡലത്തിലൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ പഠിക്കുന്നത് കേട്ടോ. ഞാൻ മോഹിനിയാട്ടത്തിനാണ് ചേർന്നിട്ടുള്ളത്, പിന്നെ പാട്ടിനും ചേർന്നിട്ടുണ്ട്. എനിക്ക് ചെറുപ്പത്തിലേ ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അന്ന് പഠിക്കാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം പിന്നെ ഇപ്പോഴാണ് അതൊക്കെ നടക്കുന്നത്. അത് ഉണ്ണേട്ടനോട് എനിക്കിങ്ങനെ പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ പഠിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആ ഒരു ബലത്തിൽ ഞാൻ ഇതിനൊക്കെ ചേർന്നതാണ് കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് നിൽക്കുന്നത് എന്താണെന്ന് അറിയുമോ? ചെറിയൊരു ബ്രേക്ക് കിട്ടുമ്പോൾ അപ്പം എണീറ്റ് നിൽക്കും ഞാൻ. എളുപ്പമൊന്നുമില്ല ഇത് പഠിക്കാൻ. ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കുന്ന ആൾക്കാരേ പെട്ടെന്ന് ഇങ്ങനെ മേലെ ഇളകുമ്പോൾ എളുപ്പമൊന്നുമില്ല കേട്ടോ. പിന്നൊക്കെ ഒന്ന് പ്രാക്ടീസായിട്ട് വരണം, നമുക്ക് ഇഷ്ടം കൊണ്ടല്ലേ. പിന്നെ ഇതിന് പ്രായത്തിൻ്റെ മാനദണ്ഡമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം, ഇഷ്ടം ഉണ്ടായാൽ മതി മനസ്സിൽ. ഇതിപ്പോൾ എവിടം വരെ പോകും എന്തായി തീരുമെന്ന് ഒരു പിടിയുമില്ല. എന്നാലും ഒരു ആവേശത്തിന് അങ്ങോട്ട് കയറിയിരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ അതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തോളൂ കേട്ടോ. പിന്നേക്ക് നീക്കി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.